അമരമായ മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് ചരിത്രസമ്പന്നമായ പടവുകൾ നിറഞ്ഞൊരു നഗരം അല്ലൈൻ. അല്ലൈൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബി എമിറേറ്റിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ജീവിക്കുന്ന കാലത്ത് നിന്ന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പച്ചപ്പ് നിറഞ്ഞ ഒരു നാട്. അല്ലൈൻ ഗാർഡൻ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. അറബിയിൽ മദീനത്ത് അൽ ആദിക എന്ന് പറയും. മരുപ്പച്ചകൾ, പാർക്കുകൾ, മരങ്ങൾ നിറഞ്ഞ വഴികൾ, അലങ്കാര റൗണ്ടോ ബോട്ടുകൾ, 7 നിലകളിൽ കൂടാതെ കെട്ടിടങ്ങൾ ഉള്ള സ്ഥലം. ഒരു ഗ്രന്ഥകാരൻ്റെ അഭിപ്രായത്തിൽ അല്ലൈനും അൽ ഹസയും ചുറ്റുമുള്ള മരുപ്പച്ചയുമാണ് ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാന മരുപ്പച്ചകൾ. മൺചാലുകളിലൂടെ ഒഴുകിയുള്ള ജലം, അഫ്ലാജ് ജലസേചന സംവിധാനം, സൗരചക്രം നോക്കിയാണ് അടുത്ത ദിവസത്തെ ജലവിതരണം തീരുമാനിച്ചിരുന്നത്. അനധികൃതമായ ജലവിതരണത്തിൻ്റെ പ്രശ്നങ്ങൾ മറികടന്ന് ഓരോ കൃഷിത്തോട്ടത്തിനും വെള്ളം സമയബന്ധിതമായി ലഭിച്ചിരുന്ന സ്ഥലം. ഇതുവഴി ഈ പ്രദേശം ദശലക്ഷം വയലുകളുടെയും വൃക്ഷങ്ങളുടെയും തണലായി മാറി. അല്ലൈൻ UAE പ്രഥമ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി 2011 അംഗീകരിക്കപ്പെട്ടു. അല്ലൈൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന പേരിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹഫീദ്, ഹിലി, ബിദാബിൻ സൗത്ത്, ഒയാസിസ് പ്രദേശങ്ങളെല്ലാം ഇതിൽപ്പെടും. തലസ്ഥാനമായ അബുദാബിയിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ കിഴക്കും ദുബായിൽ നിന്ന് 120 കിലോമീറ്റർ തെക്കുമായാണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ഒമാൻ, വടക്ക് ദുബായും ഷാർജയും, പടിഞ്ഞാറ് അബുദാബിയും തെക്ക് സൗദി അറേബ്യയും സ്ഥിതി ചെയ്യുന്നു. കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ അല്ലൈൻ്റെ ഭൂപ്രകൃതി വ്യത്യസ്തമാണ്. നഗരത്തിൻ്റെ ഒരു ഭാഗം പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള ജബൽ ഹഫീദ് പ്രധാന ഹജർ പർവ്വതനിരയുടെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1100 മുതൽ 1400 മീറ്റർ വരെയാണ് ജബൽ ഹഫീദിൻ്റെ ഉയരം. ജബൽ ഹഫീദ് രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതങ്ങളിലൊന്നാണ്. ഉള്ളിലേക്ക് നീളുന്ന നിരവധി കുന്നുകൾ ജബൽ ഹഫീദിനുണ്ട്. അതിൽ 2 അല്ലൈൻ ഒയാസിസിനെ സ്പർശിക്കുന്ന ജബൽ അൽ നഖ്വയാണ്. കൂടാതെ പടിഞ്ഞാറൻ പർവ്വതനിരകൾ. 2500 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആചാരസ്ഥലങ്ങൾ, പുരാതന നഗരങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ, ഹിലി എന്ന സ്ഥലത്ത് നിന്ന് കണ്ടുകിട്ടിയ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒക്കെ അല്ലൈൻ്റെ പഴയ കാലത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും. ഇവിടുത്തെ ജലസമ്പത്താണ് മനുഷ്യരെ ഇവിടെ സ്ഥിരതാമസക്കാരാക്കിയത്. നമുക്കറിയാം, മരുഭൂമിയുടെ ഇത്ര സുന്ദരമായ ഒരു ഭാഗം എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും അയൽവാസികളായ ഗോത്രങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചത് എന്ന്. അതെ, അല്ലൈൻ്റെ ജലസ്രോതസ്സുകൾ പിടിച്ചെടുക്കാനായിരുന്നു. 19ഉം 20ഉം നൂറ്റാണ്ടുകളിലുണ്ടായ നിരവധി പോരാട്ടങ്ങൾ, അതിൻ്റെ ഫലമായി ഉണ്ടായ ഫോർട്ടുകളും കൊട്ടാരങ്ങളും ഇന്ന് നമുക്കവിടെ കാണാവുന്നതാണ്. 1946-ൽ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ അല്ലൈൻ നഗരം ഭരിക്കാനെത്തി. ഒരു നല്ല ഭരണാധികാരിയും ജനസേവകനുമായിരുന്ന ഷെയ്ഖ് സായിദ് അഫ്ലാജ് സംവിധാനം പുതുക്കി നിർമ്മിക്കുകയും നഗരവാസികൾക്ക് അഭയസ്ഥലം ഒരുക്കുകയും ചെയ്തു. അതുപോലെ ഈ പ്രദേശത്തെ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു ആ മഹാവ്യക്തി. ഇന്ന് അല്ലൈൻ ഇടഞ്ഞ കെട്ടിടങ്ങളില്ലാതെ മനോഹാരിതയും പാരമ്പര്യ തനിമയും കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഒമാൻ, UAE എന്നീ 2 രാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം സഞ്ചാരികളെ അതിൻ്റെ മധുരമായ ഒയാസിസുകളിലേക്ക് ആകർഷിക്കുന്നു. ജബൽ ഹഫീദ് പർവ്വതത്തിൻ്റെ ഉയരത്തു നിന്നോ പഴയ കൊട്ടാരങ്ങളുടെ നടുവിൽ നിന്നോ ഓരോ നോട്ടത്തിലും ചരിത്രത്തിൻ്റെ ഏടുകൾ നമുക്ക് കാണാം. അല്ലൈൻ ആധുനികതയിലേക്ക് ചുവടുവെച്ചപ്പോൾ പോലും ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ മറന്നിട്ടില്ല. അതുതന്നെയാണ് അല്ലൈൻ്റെ സൗന്ദര്യം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അല്ലൈൻ്റെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. അതെ, ജബൽ ഹഫീദ്. ഇവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അല്ലൈൻ നഗരത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒമാൻ എന്ന മറ്റൊരു രാജ്യത്തിൻ്റെ അതിരുകളിലൂടെയുള്ള റോഡിലൂടെയാണ് ആദ്യം നമ്മൾ പോകുന്നത്. ജബൽ ഹഫീദിൻ്റെ താഴ്വരയിലുള്ള മുബസ്സറയിലേക്കാണ്. ജബൽ ഹഫീദിൻ്റെ മടിത്തട്ടിലാണ് മുബസ്സറ എന്ന സ്ഥലം. പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും ഈന്തപ്പന മരങ്ങളും മുബാസറ ലേക്കുമൊക്കെ ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടും. അല്ലൈനിലെ വളരെ പ്രസിദ്ധമായ ഒരു പിക്നിക് സ്പോട്ട് കൂടിയാണ് ഈ പ്രദേശം. ഇങ്ങോട്ട് പ്രവേശിച്ചാൽ ആദ്യം തോന്നുക വലിയ പച്ചപ്പിൻ്റെ ശാന്തതയാണ്. ചുറ്റും പനമരങ്ങളും ചെറിയ പൂന്തോട്ടങ്ങളുമായി ഒരു മനോഹര കാഴ്ച. പച്ചപ്പ് നിറഞ്ഞ നിശബ്ദമായ ഈ സ്ഥലത്ത് നിന്ന് ജബൽ ഹഫീദ് മലകളുടെ മനോഹര കാഴ്ച പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്.
മുബാസറ പാർക്കിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ കാഴ്ച ജബൽ ലഫീദ് മലയുടെ പാതയിലേക്ക് തിരിയുന്നു. നേരെ മുന്നിലേക്ക് നീളുന്ന പാതകളും അപ്പുറത്തുള്ള പാറകളുടെ കാഴ്ചകളും നമ്മെ ആകർഷിക്കുന്നു. ഈ മലകയറ്റം ഒരു സ്വപ്നയാത്ര പോലെയാണ്. മലകയറ്റത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ തന്നെ ആകർഷണമാണ്. ചുറ്റും കുന്നുകളും പാറകളും നിറഞ്ഞ ദൃശ്യങ്ങൾ. ഓരോ തിരിഞ്ഞു കയറലിനോടെയും മറ്റൊരു സുന്ദരമായ കാഴ്ച നമ്മെ കാത്തിരിക്കുന്നുണ്ടാകും. മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ വ്യത്യസ്ത ഷേഡുകളിലുള്ള പാറകളും പരിസരങ്ങളിലെ കാറ്റിൻ്റെ മൃദുലതയും അനുഭവപ്പെടും. പാതയുടെ രണ്ട് വശങ്ങളിലും കാണുന്ന വലിയ ബാരിയറുകൾ സുരക്ഷിതമായ യാത്രയുടെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മലയിലേക്ക് കയറുന്ന വഴി വൈൻഡിംഗ് റോഡ് മറ്റൊരു അനുഭവമാണ്. കണ്ടുവന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താഴത്തെ അലൈൻ നഗരം ചെറുതായി കാണും. മനോഹരമായ അവയുടെ കാഴ്ചകൾ കൈവിട്ടു പോകാതെ വീഡിയോകളിൽ പകർത്തി ഞങ്ങൾ യാത്ര തുടരുന്നു. ഒടുവിൽ 1240 മീറ്റർ ഉയരത്തിലുള്ള മലമുകളിൽ എത്തിച്ചേരുമ്പോൾ കാറ്റിൻ്റെ ശബ്ദം മാത്രം കേൾക്കാം. മുകളിലെ കാഴ്ചകൾ ശരിക്കും ഒരു അവിസ്മരണീയമായ അനുഭവമാണ്. താഴെ പാറകളിലൂടെ അല്ലൈൻ നഗരം പരന്നു കിടക്കുന്നത് കാണാം. മേഘങ്ങൾ നമ്മുടെ കൂടെ ഒട്ടി നിൽക്കുന്നു. അതിമനോഹരമായ കാഴ്ചകൾ. ജബൽ ലഫീദ് മല പരിസരത്തെ പ്രാചീനതയുടെ തെളിവുകൾ അടങ്ങിയൊരു സ്ഥലം കൂടിയാണ്. ജബൽ ലഫീദ് ടോംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന 5000 വർഷം പഴക്കമുള്ള ഓൾഡ് സ്റ്റോൺ സ്ട്രക്ചേഴ്സ് ഇവിടുത്തെ പുരാതനവാസികളുടെ സ്മാരകങ്ങളാണ്. മലയ്ക്ക് മുകളിൽ എത്തുന്ന നിമിഷം മുതൽ നമ്മളെല്ലാം ഒരേ സമയം അമ്പരപ്പും സുഖവും അനുഭവിക്കും. ജബൽ ലഫീദ് 1240 മീറ്ററുകളോളം ഉയർന്നിരിക്കുന്ന മലയാണ്. മുകളിൽ നിന്നും ചുറ്റും നോക്കുമ്പോൾ എങ്ങനെ വിവരണം എടുക്കണമെന്നറിയാത്ത ശാന്തതയും സൗന്ദര്യവും എന്നെ കീഴടക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കാറ്റ്, പാറകളിലെ തണുപ്പ്, താഴെയുള്ള അല്ലൈൻ്റെ കാഴ്ച എല്ലാം മികവോടെ എൻ്റെ മനം നിറയ്ക്കുന്നു. ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ വാങ്ങി കുറച്ച് വിശ്രമിച്ചാലും മലയിലെ ചെറിയ ടീ ഷോപ്പുകൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സന്ധ്യയുടെ ആദ്യ മിനിറ്റുകൾ മലയിലെ കാഴ്ചകൾ പൂർണ്ണമായും മാറും. താഴേക്ക് നോക്കുമ്പോൾ നഗരത്തിലെ ലൈറ്റുകൾ മിന്നിത്തുടങ്ങും. അത് നമ്മെ ഒരു സ്വപ്ന ലോകത്തിലേക്ക് നീങ്ങുന്ന പോലെ തോന്നിപ്പിക്കും. ഈ സമയത്ത് കറുത്ത പാറകൾക്കും മഞ്ഞിൻ നിറത്തിലുള്ള മേഘങ്ങൾക്കും ഇടയിൽ ഒരുതരം മന്ദാകിനി സൃഷ്ടിക്കപ്പെടുന്ന പോലെ തോന്നും. മഴവില്ല് പോലെ വളഞ്ഞിറങ്ങുന്ന വഴികളിലൂടെ കയറി വന്ന കാഴ്ചകൾക്ക് എതിരെ ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര തുടരുന്നു. താഴത്തെ മലനിരകൾ, ചുറ്റുമുള്ള പ്രകൃതിയുടെ ശാന്തത എല്ലാം അനുഭവിച്ച് ആ യാത്രയുടെ എല്ലാ മധുരവും വർദ്ധാനമാക്കി ഞങ്ങൾ തിരികെ പോരുകയാണ്. ഈ യാത്രയിൽ മനസ്സിൽ സുഗമമായ ഒരു അനുഭവം പോലെ തോന്നി ഞങ്ങൾക്ക്. മുബാസറ പാർക്കിൻ്റെ പച്ചപ്പും ജബൽ ലഫീദിൻ്റെ പാറക്കെട്ടുകളും നമ്മളോട് പറയുന്നത് മനസ്സും പ്രകൃതിയും ചേർന്നാൽ എന്തൊക്കെ രൂപമെടുക്കും എന്നതാണ്. യാത്രയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.